ഹലോ ഗെയിമേഴ്സ്, നമ്മുടെ ഗെയിമർ ബോയ് AGMൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് FC മൊബൈലിൽ തന്നെ എന്താ പറയുക, FC മൊബൈൽ മാത്രമല്ല FC കമ്പ്യൂട്ടറിനും കൂടെ പറയാം. അതുതന്നെ അതിലത്തെ തന്നെ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ബാഴ്സലോണയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇനി FC പോർട്ടോനോടാണ് കളിക്കാനുള്ളത്. നമ്മളെ ടീമാണോ ഫസ്റ്റ് തന്നെ നല്ല പാപ്പുണ്ടാവും. കോയിനാണ് കോയിൻ 50,000 കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ടീമും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. പെഡ്രോസേനെടുത്ത് മുമ്പിൽ വെച്ച് ഹീറോ എന്ന് നമ്മൾ വിളിക്കുന്നത് ശരിക്കുള്ള പേര് സോട്ടീറിയോ ആൻഡ് എഡ്രിയാൻ ലൂണോ. അങ്ങനെ നമുക്ക് സീ ഇല്ല കേട്ടോ. നമുക്ക് സീനെ സൈൻ ചെയ്യാവാണെങ്കിൽ സീനെ സൈൻ ചെയ്യാം കേട്ടോ. ഇത് റൊണാൾഡീനോ അല്ലേ? ഇതൊക്കെ ഇംഗ്ലണ്ടൊക്കെ റൊണാൾഡോ വീറ. റൊണാൾഡോ പോർച്ചുഗലത്തെ റൊണാൾഡോ ടാവാറസ്, ഫാബീനോ റൊണാൾഡോ. ഇത് പോർച്ചുഗലത്തെ ആൾക്കാർക്ക് പേര് റൊണാൾഡോ എന്നാണ് കേട്ടെ. നമുക്ക് ഈ റൊണാൾഡോനെ പറിച്ച് ചെയ്യാം. ബൈ ഓഫർ എന്താണ്? ഇവനക്ക് എത്ര കോയിന്, എനിക്ക് എത്ര കോയിന്? എനിക്ക് 10 ലക്ഷം ഉണ്ട്. കൂടിയോ? കുറച്ച് മുമ്പ് ഇവന് ലക്ഷ്യം കണ്ടിട്ടുള്ളൂ, ഇപ്പം ഇങ്ങനെ കോടിയായി. ഇതൊക്കെ മിനിസ്ട്രീസ് മീൻസിന് പോയിട്ട് ആരെങ്കിലും മേടിക്കാൻ കിട്ടുമോ നോക്കാം. പ്ലെയർ ക്ലിയോ ഇതിലേതായാലും പൊട്ടന്മാരെ തന്നെ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് പൊട്ടന്മാരെല്ലാവരും. ഇത് തന്നെ. ഓക്കെ, നമുക്ക് കളിക്കാം. മെയിനിൽ പോവാം. ടൂർണമെൻറ്റ് FC പോർട്ടോനോടാണ്. കുറച്ച് സൂക്ഷിച്ച് കളിക്കേണ്ടി വരും കേട്ടോ. നമ്മൾ കുറച്ച് സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സൂക്ഷിച്ച് കളിക്കേണ്ടി വരും. കാരണം അമ്മ ടീമാണ് ഗൈസ്. നമ്മളെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ടീമാണ്. നമ്മൾ സെക്കൻഡ് ആയിരുന്നു. അതുകൊണ്ട് സീനില്ല ഗൈസ്. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സുള്ളൂ ഗൈസ്. എന്താണ് ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ബാഴ്സലോണയാണ് ഇഷ്ടം അതോ FC പോർട്ടോനെയാണോ ഇഷ്ടം? അതുപോലെ തന്നെ മെസ്സിനെയാണോ റൊണാൾഡോനെയാണോ ഇഷ്ടം? മെസ്സി ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, റൊണാൾഡോ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. #, റൊണാൾഡോ എന്നും പറഞ്ഞിട്ട്. പ്ലീസ് സ്കോർ മാൻ റോബർട്ട് ലെവൻഡോസ്കി, പെപ്പെ, ഗ്യാവി. ഓക്കെ, ആദ്യമൊക്കെ വായാടിയായിട്ട് കളിക്കുന്ന ആളായിരുന്നു. ഇപ്പം എങ്കിലും മഴയ്ക്ക് കളിക്കാൻ തുടങ്ങി. ഗ്യാവി സെൻട്രൽ മിഡ്ഫീൽഡറല്ലേ? എൻ്റെ ടീമിൽ ദേ ഇവിടെയാണ് ഗ്യാവി ഉള്ളത്. താനൊരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. വൈമാനെ ഈ ഗെയിമിനൊക്കെ നോ വേ. അറൂജോ ഈ സെർജിയോ സ്കാറ്റാസിൻ്റെ അടുത്താണ് ഇത്രയും പാടുപെട്ട് കളിക്കുന്നത്. റോബർട്ട് ലെവൻഡോസ്കി രണ്ടാമത്തെ ഗോൾ വേണമെങ്കിൽ അടിക്കാം. ഇവർ ഫുള്ള് പൊട്ടന്മാരാ. അതേ കൈസ്തെ ബേക്ക് ഫൗൾ. ഇവനെ മാറ്റാൻ കഴിയൂല. വാട്ട് എ ഫ്രീ കിക്ക്. ആ കോർണറല്ലേ? നേരെ പുറത്തേക്ക്. അതുകൊണ്ട് പെപ്പേ പൊട്ടക്കളി. പെപ്പേ ഞാൻ പോലും പാസ് കൊടുക്കാത്. എനിക്ക് അവൻ്റെ അടുത്തേക്ക് തന്നെ പോകണോ? ഓക്കെ, താങ്ക് യു. ഫുൾ മിസ് പാസ്സാണ്. ഗ്യാവി ഒരു ഗോൾ അടിച്ചിട്ട് യോ മേ
രണ്ടാമത്തെ ഗോൾ ആവേണ്ടിയിരുന്നു ഗ്യാവിൻ്റെ. അത് എന്തോ ഭാഗ്യത്തിന് ആരാണ് ആലോചിച്ചോ, ഒന്ന് വലിയ മുടിക്കൊക്കെ കളറടിച്ചിട്ട് വലിയ താടൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുക. കളിക്കാറുണ്ട്. റിയൽ ലൈഫിൽ നല്ല ചെക്കനാണ്. ഉറുഗ്വയ്ക്ക് വേണ്ടി മരിച്ച് കളിക്കുന്ന ആളാണ്. പക്ഷേ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് 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 ഒരു പൊട്ടക്കളിയെങ്കിലും കളിക്കണ്ടേ? ഒരു പൊട്ടക്കളി ഇതേപോലെയൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടക്കളിയെന്നെങ്കിലും പറയുന്നു. ഇത് അതിനും പറ്റൂല. അമ്മ പൊട്ടനാണ്. ആകെ കൗണ്ടയ്ക്ക് മാത്രമേ നല്ലോണം ചെയ്യാറുള്ളൂ. കൗണ്ട് എന്ത് പാപം ചെയ്തിട്ടില്ലേ? കൗണ്ടേ സെർജിയോ റോബർട്ടോ നോൽക്കിട്ട് കൊടുക്കുക. സെർജിയോ റോബർട്ടോ അതല്ല ഈ ജയോ ക്യാൻസലോന് മുമ്പിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റിംഗ് ഉള്ള പ്ലെയറാണ് ചെക്കൻ. ജയോ ക്യാൻസലോ. കമൻട്രി ഒക്കെ കുറച്ച് നിർത്താവോ പ്ലീസ്? ഒരേൽ റമു ഓടോട് ഈ സൗണ്ട്സിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുപോവല്ലേ. സനോസിൻ്റെ മുമ്പിലോട്ട് പെഡ്രി സ്കോർമാന് ഡിയാഗോ കോസ്റ്റയ്ക്ക് അവിടെ പിടിച്ചാൽ പോയി. പൂവൻ്റെ ബോളാണ് ചെക്ക. പിന്നെ അത് തട്ടിക്കാ പോക്കല്ലേ. ചെക്കൻ പൊട്ട കളി. എസ് സി ബായണിലൊക്കെ നല്ലോണം കളിച്ച പ്ലെയറാണ്. ബാഴ്സലോണയിൽ നല്ലോണം കളിക്കുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ പൊളിക്കളി. പക്ഷേ ഗെയിമിൽ പൊളിക്കളില്ല. ഗെയിമിൽ ശരിക്കും എഫ് സി ബായണിന് വേണ്ടിയിട്ട് തന്നെയാണ് പൊളിക്കളി. ഗജ്രിക് തെറി പറയുന്ന കൗണ്ട് സെർജിയോ റോബർട്ടോ പെഡ്രിയോ ലെവൻഡോസ്കി ഗജ്രിക് അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ബാക്ക് ഈ പെഡ്രി എന്ത് കളിയാണ്. എനിക്ക് ലോങ് ഷൂട്ട് അടിക്കാറുണ്ട് ചെക്കന്. അതാവണം അവിടെ മലന്ന് കിടന്നിട്ട് ആ കോർണറാണ് ഇങ്ങനെ അടിക്കുന്നതാണ് ബെറ്റർ. ഒന്നേ മുട്ടയ്ക്ക് നമ്മളുണ്ട്. സീനില്ല. ഇനി 25 മിനിറ്റും കൂടെ ഉണ്ട് 90 മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട്. വാട്ട് എ ഡിഫെൻഡിങ്. ആ വിസിൽ റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സലോണയുടെ രണ്ടാമത്തെ ഗോൾ. റോബർട്ട് ലെവൻഡോസ്കി. ഓക്കെ, ഇപ്പം നമുക്ക് പറയാം കൊലം കളിയാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം വേണമെങ്കിൽ പറയാം. ആ രണ്ടാളെ ഇടയിൽ കൂടെയാണ് ഡിയാഗോ കോസ്റ്റ പൊളി ഗോളിയാണ് കേട്ടോ. ആരാ മാറ്റിയത്? ഞാൻ പോലും അറിയാണ്ട് ആരാ മാറ്റിയത്? ഗൈസ് ലൈക്ക് സീരിയസ് തന്നെ ഡിജോങ്ങിന് ഇട്ടിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. എനിക്ക് ഇത് ചാമ്പ്യൻസ് ലീഗാണ്. ഓട്ടോമാറ്റിക്കലി ഇടാനും അങ്ങനെ ഓഫാക്കാനും കഴിയില്ല. പക്ഷെ ശരിക്കുള്ള ടീമിൻ്റെ ലോക്കർ റൂമിൽ പോയിട്ട് ഓട്ടോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഓഫാക്കി വെച്ചാൽ മതി. സെറ്റിങ്സിൽ പോയാൽ അതൊന്നും നടക്കൂല. ഒരു ഗോളും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗോട് ഇപ്പം സമയം കഴിയും. യെസ്, സമയം കഴിയുന്നതിന് മുമ്പ് ഗോൾ അടിച്ചിട്ടുണ്ട്. റഫ്പിൻഹ കാരണം വെൽ പ്ലേ. ഓക്കെ, കളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എഫ് സി പോർട്ടോനെ തോപ്പിച്ചേ. നമ്മൾ എഫ് സി പോർട്ടോ എന്ന ധീര ക്ലബിനെ മറികടന്നിരിക്കുന്നു ബാഴ്സലോണ. എഫ് സി ഫസ്റ്റ് ലെഗായിരുന്നു ഗൈസ്. സെക്കൻഡ് ലെഗും കൂടെ കളിച്ചാലോ? കളിക്കാം. ഇതിൽ തോപ്പിക്കണം. ഇതിലൊരു 3 ഗോൾ അടിച്ചാൽ സമാസമായിരിക്കും. കാരണം എന്താ അറിയോ? നമ്മൾ അഗ്രിഗേറ്റ് ഗോൾസ് അവിടെ നമ്മൾ അഗ്രിഗേറ്റ് സൂപ്പർ ഫാസ്റ്റ് ഗോൾസ്. ഇതിൽ എഫ് സി പോർട്ട് എന്തെങ്കിലും തോക്കണം. ഒരു 4 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ തീർന്നു. എഫ് സി പോർട്ട് പ്രാവശ്യം പൊളി കളി കളിക്കാൻ സാധ്യതയുണ്ട്. റഫീൻഹ അവസാന മിനിറ്റിൽ ഇന്ന് തന്നെ ഗോളടിച്ച
കഴിഞ്ഞ മാച്ചിൽ. No way, man. No way. സ്വന്തം ടീമിന് വേണ്ടി ഇത്രയും പൊട്ട കളി കളിക്കുന്ന ഏത് പൊട്ട പ്ലേയേഴ്സ് ആയാലും മര്യാദയ്ക്കെങ്കിലും ഡിഫെൻഡ് ചെയ്യാനൊന്ന് വരും. ഇവന്മാരങ്ങനെ മൂലയിൽ കൂടെ അങ്ങനെ ഓടിപ്പോകുന്നു. സ്വന്തം ടീമിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല. റോബർട്ട് ലെവൻഡോസ്കി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഒറിയൽ റമൂയി വാട്ട് ആർ യു ക്യാൻസലോനെ കൊണ്ടൊരു ഗോൾ അടിപ്പിച്ചേക്കാം. ചെക്കൻ പാവം അവിടെ കിടന്ന് ഡിഫെൻഡ് ചെയ്യുന്നു. ഒരു ഗോൾ അടിക്കാൻ ആരും പാസും കൊടുക്കൂല. അതാണ് പറഞ്ഞത്. ഈ സൈഡിൽ കൂടെ ഓടിയിട്ട് ഇപ്പം എന്ത് കിട്ടാനോ അവർക്ക്. ക്യാൻസലോ 86 റേറ്റിങ്ങുള്ള ചെക്കൻ പൊള്ളിയാണ് കേട്ടോ. ചെക്കൻ പൊള്ളിയാണ്. 5 അഗ്രിഗേറ്റ്. FC പോർട്ടോക്ക് ആദ്യമൊക്കെ വലിയ കളി കളിച്ചിരുന്നു. എന്നിട്ട് ഇപ്പം എന്ത് ഇങ്ങനത്തെ കളി കളിക്കുന്നു? FC പോർട്ടോ തോക്കുന്നുള്ള പേടി വന്നോ? അല്ലെങ്കിൽ കോൺഫിഡൻസ് തീർന്നു പോയോ? വൈ? ലെവൻഡോസ്കി കൊടുക്ക്. ലെവൻഡോസ്കി ഒറ്റയ്ക്കുണ്ട് ഈ ഗോൾ അടിക്കല്ലേ. മറ്റോലെ കടിച്ചോട്ടെ പാവങ്ങൾ. വാട്ട് എ ഗോൾ മാൻ. സ്കില്ല് ഗോളാണത്. അത് ശരിക്കും പറഞ്ഞാൽ സ്കില്ല് ഗോൾ. നിങ്ങളൊന്ന് നോക്കി ഗൈസ്, ഒന്ന് നോക്കി. ആ ഗോള് ഗുരാഗുലിൻ്റെ പാസ്. ആ ഗോൾ നിങ്ങളൊന്ന് നോക്കി ഗൈസ്. കണ്ടോ ആ ഗോൾ എന്താണ് കാണിക്കുന്നത്? പുറത്തേക്കാണ് ചാടിയല്ലേ. ആണ്ടോ ജസ്റ്റ് മിസ്സിനാണ്. സ്കില്ല് ഗോളായതുകൊണ്ട് കഴിഞ്ഞ കളിയിൽ 3 ഗോൾ, ഇപ്രാവശ്യത്തെ ഹാഫ് ടൈമിൻ്റെ മുമ്പിൽ തന്നെ 3 ഗോൾ അടിച്ച്. എന്തിനാണ് ഈ റഫീനെന്ന് പറഞ്ഞാൽ അതറിഞ്ഞ ഗഡ്രിക് അഗ്രിഗേറ്റിൽ ഇന്നത്തെ കളിത്തെ സ്കോർ ബോർഡിലെങ്കിലും ഒന്നാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഓടിക്കൂടി ചെക്കന്മാർ. അഗ്രിഗേറ്റിൽ ഓലൊന്നും അടിച്ചാലും സീനില്ല. ഒരു 6 ഗോൾ അടിക്കരുത്. 7ാമത്തെ ഗോൾ പിറക്കുന്നു. കഴിഞ്ഞ കളിക്ക് കളിച്ചില്ല, മൈരിക്കും കളിച്ചില്ല. ഇവർക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ മാത്രമേ അയക്കാൻ. നമ്മൾ അറ്റാക്കിങ് വെക്കുന്നില്ല ഗൈസ്. നമ്മൾ ബാലൻസ്ഡ് വെക്കുന്നില്ല. നമ്മൾ അറ്റാക്കിങ് വെച്ചാൽ മതി. വേണ്ട, ബാലൻസിങ് വെച്ചാൽ മതി. എന്നാൽ അറ്റാക്കിങ്ങും ഉണ്ടാവില്ല, ഡിഫെൻഡിങ്ങും ഉണ്ടാവില്ല. എന്നിട്ടും നോക്കിയ ഡിഫെൻസ് ആണ് പറഞ്ഞത്. വെറും ടീമല്ല. വാട്ട് എന്താണ് ചെക്ക എനിക്ക് മരിക്കൊരു പാസ് എന്നപ്പോൾ. ഓക്കെ ലെവൻഡോസ്കി ഇതാ എന്നെയാണ് കളി മാറാൻ പോകുന്നത്. ആ ഗോളായിട്ടിപ്പോൾ എന്താ പറയുക, ആ ഗോളാവേണ്ട ബോളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഗോളാവേണ്ട ബോളാണ്. അത് ഹാഫ് ടൈം വിളിച്ചിട്ടാവല്ലോ അതിന് മുമ്പേ. ലെവൻഡോസ്കി ഓക്കെ റിയൽ റമൂയി ടോണി മാർട്ടീനസ് സീന് കളി. ടെർ സ്റ്റെഗനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ ചെന്നപ്പോൾ ലോങ് ഷൂട്ട് അടിച്ച് ഗോളാക്കിയ ചെക്കനാണ്. യോ തെറിമി ഇസ്കാറ്റോസ് കാനഡത്തെ ചെക്കനാണ്. ആണ് ഇത്ര പൊട്ട കളി. 57 മിനിറ്റായി. ഒരു ഗോള് പോലും കഴിഞ്ഞ കളിയിൽ ഒരു ഗോൾ അടിച്ചില്ല. ഇപ്പോഴത്തെ കളിയിൽ ഒരു ഗോൾ അടിച്ചിട്ടില്ല. ഒരു ഗോൾ അടിക്കാതെ 2 മാച്ചിൽ പൊട്ടിച്ച് പറയുന്ന ചാമ്പ്യൻസ് ലീഗത്തെ റെക്കോർഡ് തന്നെയാണ് ഈ ഫിഫയിൽ. റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു റെക്കോർഡ് ഏതെങ്കിലും ടീമിന് കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും. കാരണം റിയൽ മാഡ്രിഡിന് കിട്ടിയിട്ടുണ്ടാവും. കാരണം പണ്ടൊക്കെ അമ്മ കളിയാണ് കളിക്കുന്നത് റിയൽ മാഡ്രിഡ്. പ്ലീസ് ഓ ചെക്ക ഓടി ചെക്കന്മാരെ. മെർക്കാനോ കുറേ നല്ല പൊസിഷൻ ഉണ്ട് മെർക്കാനോന്. ലെവൻഡോസ്കി സ്ലൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ടോണി മാർട്ടീനസ് കണ്ടോ ചെക്കിന് നല്ല പൊസിഷൻ ഉണ്ട്. അവിടുത്തെ 2 പൊസിഷനിലുള്ള പ്ലേയേഴ്സാണ് ടോണി മാർട്ടീനസ് ആൻഡ് മെർക്കാനോ. പെഡ്രി ടു ലെവൻഡോസ്കി. എനിക്ക് തോന്നി ഇവിടെ ഉണ്ടോ നമ്മൾ ഏതായാലും വാട്ട് എ ഷോട്ട്.
കളി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഡി ജോങ്ങിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ടോണി മാർട്ടീനസിനെ മാറ്റി ഫ്രാൻ റാർവോനോ അങ്ങനെ എന്തോ ഒരു പ്ലെയറിനെ ഇറക്കി കേട്ടോ. നമുക്ക് നോക്കാം ഏതായാലും. സ്കേറോസ് അല്ല, എന്താ ഫ്രാൻ നവാറോ. യെസ്, ഫ്രാൻ നവാറോനെ ഇറക്കിയിട്ടുണ്ട്. യോ അറിയിച്ചോ. ഓക്കെ ഓക്കെ, ഡി ജോങ് കയറി. ഓക്കെ, റഫ്പീനയ്ക്ക് കൊടുക്ക്. ഓ, ഹാട്രിക് അടിക്കും. യെസ്, ഹാട്രിക് വിന്നർ. ഹാട്രിക് വിന്നർ. നമുക്ക് ഈ കളി കഴിഞ്ഞാൽ നമുക്ക് റഫ്പിൻഹയ്ക്ക് മറ്റേ ബോൾ റഫറി കൊടുക്കുന്നതും കൂടെ കാണാം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ കൊടുക്കും ഗൈസ്, എന്തായാലും കൊടുക്കും. ഈ ബോൾ, ഈ നക്ഷത്രമുള്ള ഇപ്പോൾ റഫീന ഒരു ഗോൾ വലയിട്ട ആ ഒരു ഗോൾ, വലേൻ്റെ ഉള്ളിൽ കയറിയ ആ ഒരു ഗോൾ, അങ്ങനെ 8 എന്ന കളിയിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. ബാഴ്സലോണ 8 ആൻഡ് അയ്യോ ഗൈസ്, നമ്മൾ കാണാൻ മറന്നുപോയി. ഓക്കെ, ക്വാർട്ടർ ഫൈനൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് FC ബയേൺ, RB ലൈപ്സിഗ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആർസനൽ വേഴ്സസ് റിയൽ മാഡ്രിഡ്, ബാഴ്സ വേഴ്സസ് ഡോർട്ട്മുണ്ട്. ബൗറേഷ്യസ് ഡോർട്ട്മുണ്ടിനോടാണ് അടുത്ത കളി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ മാച്ച് വേണമെങ്കിൽ കമൻറ്റ്.